ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഒരു ഉമ്മലി ഉണ്ടാക്കിയാലോ. ഇതൊരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സെറ്റ് സാധനമാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ്, അത് നമ്മൾ പീസാക്കി എടുക്കണം. പിന്നെ സിന്നമൺ, അതായത് പട്ട. പിന്നെ നമുക്കിഷ്ടമുള്ള എല്ലാ നട്ട്സും, ഫ്രഷ് ക്രീമ്, മിൽക്ക് മെയ്ഡ്, ഷുഗർ. ആദ്യം നമുക്കൊരു പാത്രത്തേക്ക് ബ്രെഡ് പിച്ചതെടുത്തിടാം. പിന്നെ എല്ലാ നട്ട്സും ഇടാം. കാഷ്യൂ, ബദാം, പിസ്താഷ്യാണ് ഞാൻ എടുത്തത്. ബ്രെഡ് ഭയങ്കര ചെറുതായിട്ട് വേണം അരിയാൻ, എന്നാലും നമ്മൾ പാലൊഴിക്കുമ്പോൾ അത് സോക്കാവും. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് ഗൈസ്. നിങ്ങൾ ഒരിക്കലെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കിയേ പറ്റൂ. അത്രയും അടിപൊളിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മൾ ഒരു പാത്രം എടുത്ത് അധികം മിൽക്ക് മെയ്ഡ്, നമുക്ക് എത്രയാണോ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ്, പിന്നെ പാല്, കുറച്ച് നല്ലോണം പാലൊഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് ആ ബ്രെഡിന് മേലെ ഇടേണ്ടതാണ്. പിന്നെ പട്ടയും കൂടി ഇട്ട് ഷുഗറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേണം അടുപ്പിൽ വെക്കാൻ. എന്നിട്ട് ഈ പാല് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ അതിലത്തെ പട്ട എടുത്ത് മാറ്റണം. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചെടുക്കുക. അത് നല്ലോണം ബീറ്റ് ചെയ്ത് കുറച്ച് ഫ്രോത്തി പരിവായി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഇട്ടെടുക്കുക. അപ്പുറത്ത് മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ആ പാലെടുത്ത് നമ്മൾ ബ്രെഡിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ബ്രെഡ് സോക്കാവണം. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും, നല്ല സോക്കായി നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും ബ്രെഡ്. പിന്നെ നമുക്ക് ഈ ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതെടുത്ത് ഇതിൻ്റെ മേലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം ഒരു 10 മിനിറ്റ്, 160 ഡിഗ്രിയിൽ, 160 to 120. അതായത് നമുക്ക് വേണ്ട ടോപ്പിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടം അതൊക്കെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് നമ്മൾ നേരെ ഓവനിൽ വെക്കണം. നമുക്ക് വേണമെങ്കിൽ അടുപ്പത്തും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓവനുള്ളതുകൊണ്ട് ഇതിൽ വെക്കുന്നുള്ളൂ. 10 മിനിറ്റ് ഒരു 150 to 200 ഡിഗ്രിയുടെ റേഞ്ചിൽ നമുക്ക് സെറ്റാക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നല്ല ബബിളൊക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ സ്വെല്ലായി വന്നത് കണ്ട് പൊങ്ങി വന്ന് ബബിളൊക്കെ വരുന്നുണ്ട്. സത്യം പറയാലോ അടിപൊളിയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ കഴിച്ചിട്ടും മതി വരുന്നുണ്ടായില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ഇത് സിമ്പിളുമാണ് ഉണ്ടാക്കാൻ, അരമണിക്കൂർ കൊണ്ട് എല്ലാ പണിയും കഴിയും. ഇങ്ങനെയാണ് എല്ലാം കഴിയുമ്പോൾ നമുക്ക് കിട്ടിയത്. കുറച്ച് പൊട്ടിപ്പോയി, പക്ഷേ അതൊന്നും പ്രശ്നമേ അല്ല. കുറച്ച് നേരം ഞങ്ങൾ ഒരു 5 മിനിറ്റ് കൂടുതൽ വെച്ചിരുന്ന് ഹീറ്റ് ചെയ്യാൻ, അതുകൊണ്ടാണ്. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, അടിപൊളിയാണ്. ഇത് കഴിച്ചാൽ ശരിക്കും നമ്മൾ സൗണ്ട് ഉണ്ടാക്കും ഗൈസ്, അത്രയ്ക്ക് യമ്മിയായിരുന്നു. ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ അതിലും ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ. അപ്പോൾ എന്താണ് നെക്സ്റ്റ് വീഡിയോ വേണ്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.